ജീവ അപർണ ഇവരിപ്പോൾ ഡിവോഴ്സായി. എന്താണ് ഇവരുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നം? ഇതാ ഞാൻ പറയാൻ വന്ന കാര്യങ്ങളെല്ലാം എനിക്കറിയാം. കാര്യം എനിക്കിവിടെ പറയാതെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല. സൺസ്ക്രീൻ ഇടട്ടെ? അല്ല വേണ്ട, പിന്നിടാം. പിന്നെ ഹാപ്പി ഓണം എല്ലാവർക്കും. കുറച്ച് ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ട് കാര്യങ്ങളൊക്കെ കുറേ ഓണത്തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാത്ത. അപ്പോൾ നിന്റെ വീഡിയോ ഇട്ടിട്ട് നീ ഇട്ടാൽ എന്താടാ ഇല്ല എന്നൊക്കെ ഞാനിടും. നിങ്ങൾ കാണണം, കണ്ടാൽ മതി. ഓക്കെ. അപ്പോൾ അപർണ ജീവ കഴിഞ്ഞ ദിവസം അവർ ഒഫീഷ്യലി വന്ന് രണ്ടുപേരും പോസ്റ്റുകൾ ഇട്ടു. ഞങ്ങൾ പിരിഞ്ഞു, ഒരുമിച്ചുള്ള ജീവിതം മതിയാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനകത്ത് ജീവ കുറച്ച് വളരെ കാര്യങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ വിവാഹബന്ധം പിരിഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ അപർണ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. എനിക്ക് സമാധാനം കിട്ടി, നീ എന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്നു, എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാം, പീസ്ഫുൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മലയാളത്തിലാക്കിയപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇതിനെയാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് അവർ തമ്മിലുള്ള പിരിയാനുള്ള കാര്യം എന്ന് അറിയണ്ടേ? പറഞ്ഞുതരാം. വീഡിയോ ഫുള്ള് കണ്ടോ, അവസാനം ആകുമ്പോഴത്തേനും അതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. വേണേ കണ്ടോണ്ടിരുന്നു. ഇത് കാണേണ്ടതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഷെയർ ചെയ്യേണ്ടതാരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ചില സെലിബ്രിറ്റീസിന്റെ ജീവിതം കണ്ടിട്ട് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്, കൂലിപ്പണിക്ക് പോകുന്നവരും അല്ലെങ്കിൽ ഈ പറയുന്ന മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ ഇതുപോലത്തെ കുറച്ച് സെലിബ്രിറ്റി കപ്പിൾസിന്റെ ജീവിതം കണ്ടിട്ട് സ്വന്തം ജീവിതത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ നോക്കും. അതില്ലെങ്കിൽ പ്രേമിക്കുന്നവരാണേ പോലും ചില കാമുകൻ നോക്കിയിട്ട് പറയും, നോക്ക് നീ ആ പെണ്ണിനെ നോക്ക്, കെട്ടിയോന് കൊടുക്കുന്ന ഫ്രീഡം കണ്ടോ, ഇതേപോലെ കാമുകിമാരെന്തോ മോശമാണ്, കാമുകാർ പോരും നോട്ടെ, കാമുകൻ അയാളെ നോക്ക്, എന്ത് ഫ്രീഡം ഭാര്യയ്ക്ക് കൊടുക്കുന്നത്, എന്ത് സ്വാതന്ത്ര്യത്തോടെ അവരുടെ ജീവിതം. ഇങ്ങനെ ഇഞ്ചക്കോണ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ എണ്ണവും കാണണം. എപ്പോഴും നമ്മൾ പറയുന്ന പല കാര്യങ്ങളുമാണ്. റീൽ അല്ല, റിയൽ ലൈഫ്. ഇവിടെയും എനിക്ക് പറയാനുള്ളത്, അവരുടെ ജീവിതത്തിൽ അവർ ഹാപ്പിയായിട്ട് മുന്നോട്ട് വരുന്ന കുറേ മൊമെന്റ്സ് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. അവസാനം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സ്വിച്ച് ഇട്ട പോലെ അവരങ്ങ് വിരിഞ്ഞു പോകുന്നല്ലോ. അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കാണും, അല്ലെങ്കിൽ അവർക്ക് പിരിയേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായി കാണും, അല്ലെങ്കിൽ ഒരുമിച്ച് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അവർ പിരിഞ്ഞു. ആ കാര്യങ്ങളൊന്നും അവർ വന്നിട്ട് നമ്മളെ വീഡിയോയിലൊന്നും കാണിച്ചില്ല. ഞങ്ങൾ ഇടിയാണേ, നാളെ പിരിയുവേ ഒന്നും വന്ന് പറഞ്ഞില്ല. ഒരു പോസ്റ്റ് ഇട്ടു, അവരുടെ ജീവിതം അവർ രണ്ടായി, അവർ ഒരാൾ തന്നെ ഹാപ്പിയായിട്ട് ജീവിക്കാൻ പോകുന്നു, പീസ്ഫുള്ളി ജീവിക്കാൻ പോകുന്നു പറയുന്നു, മറ്റേ ആളും അവരുടെ വഴിക്ക് പോയി. ഇത് സാധാരണക്കാരായിട്ടുള്ള ഇങ്ങനത്തെ സെലിബ്രിറ്റി കപ്പിൾസിനെ കണ്ട് ഇഞ്ചക്കോണ ഡയലോഗ് അടിച്ചു. ഇഞ്ചക്കോണ ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് അവരെ നോക്കിപ്പടി ഇവരെ നോക്കിപ്പടി എന്ന് സ്വന്തം കപ്പിളിനെ അല്ലെങ്കിൽ സ്വന്തം കൂടെയുള്ള പാർട്ട്ണറെ എപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ആളുകളുണ്ടല്ലോ, അവരാ മനസ്സിലാക്കേണ്ടത്. മിന്നുന്നതെല്ലാം പൊന്നല്ല. തീട്ടത്തിനൊക്കെ ചിലപ്പോൾ ഈ സ്വർണ്ണത്തിന്റെ കളറൊക്കെ വരാറുണ്ട് ചില സമയത്ത്, പക്ഷെ അത് തീട്ടം സ്വർണ്ണമാവത്തില്ല. ഞാൻ ഈ ഭാഷയെ പറയുന്നത് അങ്ങനെ കണക്ട് ആവണം, നിങ്ങൾക്ക് അങ്ങനെ തന്നെ കണക്ട് ആവണം. കാര്യം അങ്ങനെ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്, ഒരുപാട് കാമുകന്മാരുണ്ട്, കാമുകിമാരും ഭാര്യമാരും ഉണ്ട്. കാര്യം ഈ സോഷ്യൽ മീഡിയയിലുള്ള പലരുടെ ലൈഫ് വെച്ചിട്ട് അവർ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം ഇവിടെ സംസാരിക്കാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത പല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ അച്ഛനമ്മ, ഇതാണ് നമ്മുടെ കുടുംബം, ഇതാണ് നമ്മുടെ സാഹചര്യം. ഇതിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് മുന്നോട്ട് പോകണം. ഇതിനെ വെച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കണം. അല്ലാതെ അവന്റെ വീട്ടിൽ എന്ത് ചെയ്തില്ലേലും അയലത്തുള്ളവന്റെ വീട്ടിൽ കിടക്കുന്ന കാര്യങ്ങൾ കാണാനാണല്ലോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ആ സീരിയലിനോട് ഭയങ്കര ഇഷ്ടം, ബിഗ് ബോസിനോട് ഭയങ്കര ഇഷ്ടം, അവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. അതേപോലെ മറ്റൊരാളുടെ ജീവിതത്തിൽ എന്ത് മോശം നടക്കുന്നു, എന്ത് കാര്യങ്ങൾ നടക്കുന്നു, ഇതൊന്നും അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരണം. ഇതാണ് എല്ലാ എണ്ണത്തിനും ആഗ്രഹം. ഇപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താ, കഴിഞ്ഞ വേറൊരു ആളുടെ ഒരു റീൽ ചെയ്യുന്ന ഒരാളുടെ ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ, ഞാൻ അതിനെപ്പറ്റി വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തില്ല, ഇപ്പോഴും അതിനെപ്പറ്റി പറയാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഈ പറയുന്ന ഞാനത് എടുത്തിടാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കാണുന്ന നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന റീലുകളോ വീഡിയോസോ ഒന്നുമല്ല റിയൽ ലൈഫ്. ഞാൻ കല്യാണം കഴിച്ച ഒരാളാണ്, എനിക്കറിയാം. ഞാൻ എൻ്റെ കുടുംബമോ കാര്യങ്ങളൊന്നും ഞാൻ സോഷ്യൽ മീഡിയ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല, റിയൽ ലൈഫ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം ഞങ്ങൾ തമ്മിൽ ഇഷ്ടം ഉണ്ടാവാറുണ്ട്, ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവാറുണ്ട്, ഇടിയുണ്ടാവാറുണ്ട്, ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്, സ്നേഹം ഉണ്ടാവാറുണ്ട്. ഇതൊന്നും എനിക്ക് പുറത്തുകൊണ്ട് കാണിക്കേണ്ട കാര്യമില്ല, ഇല്ലെങ്കിൽ കണ്ടന്റ് ആക്കേണ്ട കാര്യമില്ല. കാര്യം ഞാൻ കണ്ടന്റ് ആക്കുമ്പോൾ എൻ്റെ നല്ലത് മാത്രം എടുത്ത് പുറത്തോട്ട് വിടുന്നത്, അതല്ല റിയൽ ലൈഫിൽ നടക്കുന്നത് എന്നുള്ള ബോധം എനിക്ക് നല്ലതുകൊണ്ട്. ഇവിടെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും എന്നുള്ള ബോധമുണ്ട്. ഇത് മനസ്സിലാക്കേണ്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. വളരെ എന്താ പറയുക, മാതൃകാ കപ്പിളായിട്ട് കണ്ടുകൊണ്ടിരുന്ന, മാതൃകാ ദമ്പതികളായിട്ട് കണ്ടുകൊണ്ടിരുന്നവരുടെ ഇടയിൽ ഈ വിള്ളൽ വരുമ്പോൾ, ആ വിള്ളൽ അവർ സമൂഹത്തിലേക്ക് പങ്കുവെക്കുമ്പോൾ അവർ സേഫായി, അവരവരുടെ വഴിക്ക് പോയി. പക്ഷേ ഇവരെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ആവണം എന്ന് പറഞ്ഞ് ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്ന സാധാരണക്കാർ ഇപ്പം എന്ത് ചെയ്ത്? ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുള്ള കാര്യമാണ്. ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഒരു കപ്പിൾ ബൈക്കിൽ പോവാ, ചിരിച്ച് കളിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ബൈക്കിൽ പോകുമ്പോൾ അവിടെ റോഡ് സൈഡിൽ നിൽക്കുന്ന ലോട്ടറി കച്ചവടം ചെയ്യുന്ന ചേട്ടനും ചേച്ചിയും കൂടെ പറയുക, ചേട്ടാ എടോ നോക്കടോ, ആ പെണ്ണുമ്പിള്ളെ അവർ എത്ര ഇതായിട്ടാണ് കൊണ്ട് നടക്കുന്നത്, അവരുടെ ഹാപ്പിനെസ് കണ്ടോ, അവരുടെ സന്തോഷം കണ്ടോ, നിങ്ങൾ എന്നെ ഒന്ന് നോക്കാറെങ്കിലും ഉണ്ടോ, എന്നോട് ചിരിക്കാറെങ്കിലും ഉണ്ടോ? മനസ്സിലാക്കണം, ഇവിടെ ഈ ലോട്ടറി കച്ചവടം ചെയ്ത് 350 രൂപയും കൊണ്ട് വീട്ടിൽ പോയിട്ട് ഉള്ള കാശിന് കഞ്ഞിയും വെച്ച് പപ്പടം നിന്ന് അവർ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുക. മറ്റൊരു ബൈക്കിൽ കയറി ചിരിച്ച് കളിച്ചുകൊണ്ട് പോകുന്നവർ അവർ വീട്ടിൽ നിന്ന് അതിനുശേഷം ആ ഇടി കഴിഞ്ഞിട്ട് റോഡിൽ കൂടെ
അതിലീ വലിയ ഇടി ഇട്ടിട്ട് മനസ്സിൽ ഇടിയാണ്. പുറമെ കെട്ടിപ്പിടിച്ചോണ്ട് പോയിട്ട് പെണ്ണുമ്പിള്ളെ വീട്ടിൽ കൊണ്ട് വിടാൻ പോകുന്ന പോക്കാ പോകുന്നത്. ഇത് കണ്ടുകൊണ്ടാണ് റോഡിൽ നിൽക്കുന്ന സാധാരണക്കാർ പറയുന്നത്, പാവങ്ങൾ പറയുന്നുണ്ട് അതുപോലെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കണം എല്ലാവരും. ദയവ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ കണ്ട് ഇതൊറ്റ കാര്യം എനിക്കത് പറയാനുള്ളൂ. അവരുടെ ദൈവത്തിൽ എന്താ നടന്നതെന്ന് എനിക്കറിയത്തില്ല. അതിനകത്തൊക്കെ എനിക്ക് പോകാൻ താല്പര്യമില്ല. അത് ഞാൻ ചുമ്മാ പറഞ്ഞു നിങ്ങളുടെ അടുത്തൊക്കെ നിങ്ങൾക്ക് അത് കണ്ടുകൊണ്ടിരിക്കണമല്ലോ. ഈ കാണുന്ന ഒരുത്തൻ്റെയും ഒരുത്തിയുടെയും സോഷ്യൽ മീഡിയ ലൈഫ് ഇല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തരുത്. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ അച്ഛനമ്മ, നിങ്ങളുടെ കുടുംബം, അത് നിങ്ങളുടെ മാത്രമാണ്. നിങ്ങൾ മേക്ക് ചെയ്യുക. ഒരു അലവലാതി എടുത്തും പോകാതിരിക്കും. പെമ്പിള്ളേർ എനിക്ക് എസ്പെഷ്യലി പറയുന്നത്, നിങ്ങൾ ഈ കാണുന്ന ഒന്നുമല്ല റിയൽ ലൈഫ്. നമ്മൾ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് പല കണ്ടന്റുകളും പല ആളുകളുടെ കണ്ടന്റ് ചെയ്യുന്നവരുടെയും ലൈഫ് നമുക്കറിയാം. അങ്ങനെ ഈ പുറമെ കാണുന്ന വീഡിയോ പോലെ ഒന്നുമല്ല ഇതിൻ്റെ ഒന്നും ലൈഫ്. ആ ജീവിതങ്ങളൊന്നുമല്ല നമ്മൾ കാണുന്ന ഒന്നുമല്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. പലപ്പോഴും പലരും പെട്ട് നിൽക്കുവാണ് ഈ പറയുന്ന കണ്ടന്റും സാമാനവും ഉണ്ടാക്കേണ്ടത് കൊണ്ട് മാത്രം. ഇല്ലെന്നില്ലെങ്കിൽ സമൂഹം എന്ത് പറയുമെന്ന് വിചാരിച്ചിട്ട് പെട്ട് നിൽക്കുന്ന പല ആളുകളും ഉണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കുക, അത് നോക്കി വിലയിരുത്താതിരിക്കുക. അവരിപ്പോൾ തമ്മിൽ തല്ലുകയോ ജീവിക്കുകയോ അടിച്ചു പൊളിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചേട്ടാ, അത് അവരുടെ പാടായി നമ്മൾ അവരെ വഴിക്ക് വിടുക. ഇപ്പോൾ അവർ തമ്മിൽ കുറ്റമൊന്നും പറയുന്നില്ലെന്നൊക്കെ. അപ്പോൾ അവർ കുറ്റമൊന്നും പറയുന്നില്ലല്ലോ. ആണ് അവരിനെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു രീതിയിൽ ഇച്ചിരി കുറ്റപ്പെടുത്തുന്ന പോലെ ഇട്ടു, ജീവൻ ഒന്നും പറഞ്ഞില്ലല്ലോ, ജീവൻ നല്ലവൻ എന്നൊക്കെയുള്ള കമന്റ് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ തമ്മിൽ ഇനി കുത്തിത്തിരിച്ച് തമ്മിൽ കൊണ്ട് ഇവരെ കൊണ്ട് പലതും പറയിപ്പിക്കും. അതതിന് സംഭവിക്കാൻ പോകുന്നത്. ലാസ്റ്റ് ഇവർ തമ്മിൽ പലതും വിളിച്ച് പറയും. ഒരാൾ പറയുമ്പോൾ ഒരാൾ പറയും. ഫിറോസിന്റെ വിഷയത്തിൽ, സജന വിഷയത്തിൽ നമുക്കറിയാം. ഒരാൾ പറയാതിരുന്നു, മറ്റേ കുത്തി, മറ്റേ പറഞ്ഞു, മൊത്തത്തിൽ പറച്ചിലായി. അപ്പൊ അതുകൊണ്ട് തമ്മിൽ മിണ്ടാതങ്ങിരിക്കുക. എനിക്ക് നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങളോട് പറയാനുള്ളതേ ഉള്ളൂ. നിങ്ങൾ മിണ്ടാതെ നിങ്ങളുടെ വഴിക്ക് പോയേക്കുക. പക്ഷേ സമൂഹം നിങ്ങളൊന്ന് കുത്തി പറയിപ്പിക്കും. കാരണം സമൂഹത്തിൽ നിങ്ങളുടെ ലൈഫ് മുഴുവൻ കൊണ്ടിട്ടതാ. നമ്മുടെ പേഴ്സണൽ ലൈഫ് മുഴുവൻ ഇതിനകത്ത് കൊണ്ടിടുമ്പോൾ ഇങ്ങനെ കുറച്ച് വിഷയങ്ങളുണ്ട്. അതിനെ കൺട്രോൾ ചെയ്ത് പോകാനുള്ള പവർ അവർക്കുണ്ടാവട്ടെ. അവരുടെ തനിച്ചുള്ള ജീവിതം, അവർക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനുള്ള മനക്കരുത്ത് അവർക്കും ഉണ്ടാവട്ടെ. ചെറിയ കാര്യങ്ങൾക്ക് ജീവിതം ഇല്ലാതാക്കാനും ജീവിതം ഒന്നുമില്ലെന്ന മനസ്സിലാക്കുന്നവർ മാറ്റിയിട്ട് നമ്മുടെ ജീവിതം ഒരുപാട് മുന്നോട്ടുണ്ടെന്നുള്ള ബോധത്തിൽ ജീവിക്കാനായിട്ട് എല്ലാവർക്കും കഴിവുണ്ടാവട്ടെ. താൽക്കാലികമായിട്ട് അതിൻ്റെ വെട്ടിയിട്ടാലും പൊട്ടിമുളയ്ക്കണം.